ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതെ, ഒരു സങ്കടം പറയാനുണ്ട്. ഇന്ന് ഇവർ വിവാഹിതരാകുന്നു എന്ന പ്രൊമോ എനിക്ക് കുറേ വൈകിയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് സമയത്തിൽ ഒരു ചെറിയ മാറ്റം വന്നു. ഇല്ലെങ്കിൽ ഞാൻ കറക്റ്റ് 11:30 ആ ടൈമിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, രാവിലെ തന്നെ. പക്ഷേ ഇന്ന് വൈകിപ്പോയി. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. നിങ്ങളുടെ നല്ല രീതിക്കുള്ള ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുൾ വിശേഷത്തിലോട്ട് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭൂമിജയും നമ്മുടെ അജയും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. അതായത് ഒരു CA എന്ന രീതിയിൽ അജയ് നോക്കുമ്പോൾ ആ ഒരു ടീ ഷോപ്പിൽ പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതിയൊരു ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്ന ഒരു കടുത്ത തീരുമാനം തന്നെ അജയ് എടുക്കുകയും അതിനെ തുടർന്ന് സഹപ്രവർത്തകരെ വിട്ട് അത് മാറ്റാനായിട്ട് ശ്രമിച്ചുവെങ്കിലും നമ്മുടെ ഭൂമി അതിന് സമ്മതിച്ചില്ല. ഭൂമി പറയുന്നത് ഇതെന്ത് ചെയ്താൽ മാറ്റാൻ ശ്രമിക്കില്ല, ഇനി എന്നെ പിടിച്ച് തള്ളി മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, പക്ഷേ ഒരു കാര്യം, എൻ്റെ ദേഹത്ത് തൊട്ടാൽ വകുപ്പ് വേറെ എന്നൊക്കെ പറഞ്ഞ് ആ വന്ന പോലീസുകാരെ വിരട്ടി നമ്മുടെ ഭൂമിജ വിടുകയാണ് കേട്ടോ. അവസാനം എന്ത് ചെയ്യണമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ അജയുടെ അടുത്ത് വന്നിട്ട് ബാക്കി പോലീസുകാർ പറയും, സാറേ ആ കുട്ടി വെറും പാവമാണ്, അതൊരു 2 വർഷമായിട്ട് ഇവിടെ ടീ ഷോപ്പ് ഇട്ടൊക്കെയാണ്, ഇതുവരെ ആർക്കും ഒരു പരാതിയൊന്നും ആ കുട്ടിയെക്കുറിച്ചില്ല. അപ്പോൾ അജയ് ചോദിച്ചു, അല്ല അവളുടെ സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ടാണോ ഞാൻ തന്നെ അങ്ങോട്ട് വിട്ടത്, ആ ബോർഡ് മാറ്റിയോ ഇല്ലേ? അപ്പം അയാൾ പറഞ്ഞു, സാറേ മാറ്റാനായിട്ട് ആ കുട്ടി സമ്മതിച്ചില്ല, ഞാൻ മാറ്റി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അജയ് എഴുന്നേറ്റ് പോകണം കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ബാക്കി പോലീസുകാർ എല്ലാവരും കൂടെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ഭൂമിയും അമ്മയൊക്കെ ഉണ്ട് അവിടെ. അപ്പം അവർ ഇറങ്ങി കടയിൽ നിന്ന് ഇങ്ങോട്ട് വരും. നമ്മുടെ അജയ് അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് പറയും, ഈ ബോർഡ് ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ, അതെൻ്റെ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമാശ, ഒരു കോമഡി അങ്ങോട്ടും ആ ഭൂമിയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അജയും തിരിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പോലീസുകാരെ വെല്ലുവിളിക്കാറായോ നീ എന്ന രീതിയിൽ. അങ്ങനെ ലാഡർ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ബോർഡ് മാറ്റാനായിട്ട് പോലീസുകാരുടെ അടുത്ത് അജയ് പറയുകയാണ്. അവർ ലാഡറൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഭൂമിജ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് പറയും, അല്ല സാറേ ഒരു മിനിറ്റ്, ഈ ബോർഡ് ഇളക്കി മാറ്റുന്നതിന് മുന്നേ ആ ബോർഡ് ഒന്ന് വായിച്ച് നോക്കാനായിട്ട് പറയും. അപ്പം നമ്മുടെ ഭൂമിജ ഓൾറെഡി ഒരു ബോർഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിക്ക് മുന്നേ. കാരണം എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതിയൊരു ബോർഡ് ആരെങ്കിലും ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പോൾ ഈസ് സ്റ്റേഷൻ എന്നാക്കി, പോലീസ് എന്നുള്ളത് പോള് ഈസ് സ്റ്റേഷൻ എന്നെഴുതിയൊരു ബോർഡ് അവിടെ വെക്കണം, കാണണം കേട്ടോ. അജയ് അങ്ങ് വല്ലാണ്ട് ആയി പോവാണ്. കാരണം അജയ് പറഞ്ഞായിരുന്നു, ഈ യൂണിഫോം ഇട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ വെല്ലുവിളികളൊക്കെ നടത്തിയല്ലേ. അപ്പോൾ ഭൂമിജ വീണ്ടും ഒരു കളിയാക്കലും കൂടെ വരുന്നുണ്ട്. അല്ല സാറേ, യൂണിഫോം ഇവിടെ വെച്ച് മാറണമെന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും മാറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അജയിനെ ഒന്ന് കളിയാക്കി വിടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത്, അജയ്ക്ക് ആകെ ഒരു വല്ലായ്മയായിപ്പോയി. പക്ഷേ അജയ് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് SIA അജയ് ഇരിക്കുന്ന ക്യാബിനിലോട്ട് വിളിപ്പിക്കുകയാണ്. വിളിച്ചിട്ട് നമ്മുടെ ഒരു ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ മകൻ മരിച്ചതിനെ കുറിച്ചുള്ള ഒരു കേസ് അന്വേഷണം അതേക്കുറിച്ച് അവരിങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന അനുസരിച്ചിട്ട് അതൊരു ആത്മഹത്യ അല്ല എന്നാണ് പറയുന്നത്. കാരണം ആ കേസ് തെളിയിച്ചത് അന്ന് ആ ടീമിൽ ഈ SIയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് പറയാനായിട്ട് അജയ് പറയും. അങ്ങനെ അയാൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശദാംശങ്ങളൊക്കെ കൊടുക്കുകയാണ്. കാരണം ആ മകൻ അയാളുടെ ഒരു മന്ത്രിയുടെ മകൻ തൂങ്ങി മരിച്ച ആ റൂമിൽ ഒരു ഫർണിച്ചറോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ റൂമിൽ വെള്ളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. തൂങ്ങി മരിക്കണമെങ്കിലും എന്തില്ലെങ്കിലും ചവിട്ടി നിന്നത് ആക്കണ്ടേ, കെട്ടണ്ടേ. അപ്പോൾ അതിനുള്ള ഒരു ഇത് പോലും അതിലുള്ള ഇതില്ലായിരുന്നു. കേസ് എത്ര നോക്കിയിട്ടും അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അജയുടെ അമ്മാവൻ സത്യദാസ് അങ്ങോട്ട് വരികയാണ്. അപ്പം ഒഫീഷ്യൽ മീറ്റിംഗ് ആണോ, എക്സ്ക്യൂസ് മീ പറഞ്ഞ് ഒഫീഷ്യൽ മീറ്റിംഗ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് സത്യദാസ് കയറി വരുന്നത്. അപ്പോൾ സത്യദാസിനെ കണ്ടപ്പോൾ തന്നെ അജയ് എഴുന്നേറ്റ്, ആ SI എഴുന്നേറ്റ്, അവർ രണ്ടൊരു സല്യൂട്ടൊക്കെ ചെയ്യുന്നു. കാരണം മുൻ പോലീസുകാരനാണല്ലോ, നല്ലൊരു രീതിയിൽ നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അജയ് പറഞ്ഞു, ഓക്കെ ഞാൻ പിന്നെ സംസാരിക്കാം, അമ്മാവനുമായിട്ട് സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും, അതായത് സത്യദാസും നമ്മുടെ അജയും സംസാരിക്കുകയാണ്. അപ്പം സത്യദാസ് വന്ന കാര്യം എന്താണെന്നൊക്കെ അജയ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു കംപ്ലയിൻറ്റ് തരാനായിട്ടാണ് വന്നത്. എൻ്റെ ഭാര്യയും മകളെയും കുറിച്ച് 22 വർഷത്തോളമായി എൻ്റെ മകളെയും ഭാര്യയും കാണാണ്ടായിട്ട്. എനിക്ക്
മൂന്നാറ് എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ഉണ്ട്, എനിക്കതൊന്നും വേണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഭാര്യയും മകളെയും തിരിച്ചു കിട്ടണം. നിനക്കതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അജയ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, അതെ എൻ്റെ ആവശ്യം കൂടിയല്ലേ അമ്മാവ, ഞാൻ എന്തായാലും അത് തെളിയിച്ച് തന്നെ എടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അജയ്ക്ക് ഒരു സമാധാനം വേണം. എന്നിട്ട് അജയ് കുറച്ച് ബാക്കിലോട്ട് ചിന്തിക്കുകയാണ്. മോളെ 2-2.5 വയസ്സൊക്കെ ഉള്ളപ്പം ആ മോളെ എടുത്ത് ലാളിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇമോഷൻ സീനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അജയുടെ അടുത്ത് ഒരു സാഡ് ന്യൂസ് പറയാനുണ്ടെന്ന് പറയാം. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അജയ് നമ്മുടെ സത്യദാസ് പറയുന്നുണ്ട്, അതായത് വേറൊന്നുമല്ല, അതായത് മുത്തശ്ശി സത്യദാസിൻ്റെ അമ്മ ഒരു തീരുമാനം എടുത്തു നിൻ്റെ വിവാഹത്തെക്കുറിച്ച്. അപ്പോൾ അജയ് ചോദിക്കും എന്താ? അപ്പോൾ പറയും അഞ്ജനയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാനായിട്ട് അമ്മ തീരുമാനിച്ചൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിൻ്റെ അഭിപ്രായം ചോദിക്കാണ്ട് അത് ഉറപ്പിക്കില്ല, പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം, അങ്ങനെ ഒരു തീരുമാനം അമ്മ അറിയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അജയ് പറയും അതെങ്ങനെയാണ്, എൻ്റെ മനസ്സിൽ വേറൊരു ഇതുള്ളപ്പോൾ എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ, വേറൊരു പെൺകുട്ടിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തന്നെ സത്യദാസിൻ്റെ അടുത്ത് പറയും. എന്തായാലും കാര്യങ്ങളൊക്കെ അമ്മ തീരുമാനിക്കുന്നുണ്ട്. അപ്പം നീ അത് വേണ്ടുന്ന പോലെ, കാരണം എനിക്ക് അവിടെ ഒരു വോയിസ് ഇല്ല അവിടെ ഒന്നും പറയാൻ. കാരണം ഭവാനി ഇപ്പോഴും സാഗറിനെ കൊലപ്പെടുത്തിയത് ഞാനാണ് എന്നാണ് ഭവാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്കൊന്നും തന്നെ പറയാനുള്ള വോയിസ് ഇല്ല അജയ്, അപ്പോൾ അത് നീ വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സത്യദാസ് പറയുന്നുണ്ട്, എൻ്റെ മകള് നിനക്കറിയാമല്ലോ അഭിരാമി നിൻ്റെ മുറപ്പെണ്ണാണ്, അവൾ ഇപ്പോഴും എനിക്ക് ആ 2.5 വയസ്സ് എൻ്റെ കണ്ണിൽ നിന്ന് എൻ്റെ മോള് പോകുന്നില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും ഓടി വരുന്ന എൻ്റെ കുട്ടിത്തുള്ള മകള്. അപ്പോഴും നമ്മുടെ അജയ് പറയുന്നുണ്ട്, പക്ഷേ അമ്മായിനെ കുറിച്ച് ഈ അടുത്തായിട്ടൊരു റിപ്പോർട്ട് വന്നായിരുന്നല്ലോ, അമ്മായി മരണപ്പെട്ടു എന്നുള്ളത്. ഇല്ല, ഒരിക്കലും മരണപ്പെട്ടില്ല എന്ന് സത്യദാസ് പറഞ്ഞു. കാരണം അവൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് ഉറപ്പാ അജയ് എന്നിങ്ങനെ സത്യദാസ് പറയണേ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത്, നമ്മുടെ ഭൂമിജ ഇങ്ങനെ കടയിലിരുന്ന് എന്തോ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സത്യദാസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഭൂമിജ നോക്കുമ്പോഴത്തേക്ക് സത്യദാസ്, അതായത് ആരോ ഒരാൾ സ്റ്റേഷനിൽ ഇങ്ങനെ എന്തോ പെറ്റീഷൻ കൊടുക്കാൻ വന്നു, പക്ഷേ ഒരു സങ്കടപ്പെട്ട് പോകുന്ന പോലെ ഭൂമിക്ക് തോന്നി. അങ്ങനെ ഭൂമി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഭൂമിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഈ CI മോശമായിട്ടൊക്കെ എന്തെങ്കിലും പെരുമാറി കാണും, ഒരു മുരടനല്ലേ എന്ന രീതിയിലാണ്, ഒന്ന് സമാധാനിപ്പിച്ചേക്കാം എന്ന രീതിയിലാണ് സത്യദാസിൻ്റെ അടുത്ത് പോണത്. അങ്ങനെ സത്യദാസിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, അതെ ഈ സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നിരിക്കും, അവിടുത്തെ CI ഒരു മുരടനാ, പുതിയൊരാളാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ സത്യദാസ് ഒന്നും മിണ്ടാനൊന്നും പോയില്ല, എൻ്റെ അജയുടെ അമ്മാവനാണല്ലോ, അതൊന്നും പറയാൻ പോയില്ല. എന്നിട്ട് ഭൂമിജ പറയും, അതെ എൻ്റെ അടുത്ത് വന്നേ, എൻ്റെ ഒരു ടീ ഷോപ്പ് അവിടെ ഉണ്ട്, നല്ലൊരു അടിപൊളി ചായ കുടിച്ചിട്ട് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിക്കും ശരി എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ടൊക്കെ പോവാണ് കേട്ടോ ഭൂമിജ സത്യദാസിന് എന്തോ ഒരു ഫീലിങ്സ്. കാരണം തനിക്കൊരു മകള് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രായമേ വരത്തുള്ളൂ. അങ്ങനെ ഭൂമിജയായിട്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ട്, ചായ സ്നാക്സൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് മോളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല മിടുക്കിയാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ ബോർഡിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം ആ മുരടൻ CA കാരണം ഇത് ഇങ്ങനെ ആക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ സത്യദാസ് പോകുന്ന സമയത്തും ഭൂമിജേനെ ഒന്ന് തിരിഞ്ഞ് നോക്കിയാണ്. സത്യദാസിന് അപ്പോഴേക്കും തൻ്റെ മകളുടെ ഓർമ്മകളാണ് ആ സമയത്ത് അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഭൂമിജയ്ക്ക് അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ക്രാഷായിരുന്നു. പുള്ളിയെ ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് ഉള്ളിൽ ഒരു ഫീലിങ്സ്, ഇത് സത്യത്തിൽ ഇതാരാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് സസ്പെൻസ് അല്ലേ. ഇത് സത്യദാസിൻ്റെ മകളാണോ അഭിരാമി അല്ലേ ആ കുട്ടിയാണോ എന്നുള്ളതൊക്കെ ഇനി തെളിഞ്ഞ് വരത്തേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിറ്റേ ദിവസമാണ്. നമ്മുടെ ഭൂമിയും അച്ഛനും കൂടെ രാവിലെ എന്നെ എക്സർസൈസ് ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെ ഭൂമിജ ഓടി റൗണ്ട് എല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ തമാശകൾ പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ അച്യുതന് പെട്ടെന്നൊരു ചുമ വരെയാണ് കേട്ടോ. ചുമച്ച് വല്ലാണ്ടങ്ങായിട്ട് തുപ്പുന്ന സമയത്ത് ബ്ലഡാണ്. ഭൂമിജ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് അന്താളിക്കുകയാണ്. ഇതെന്താ അച്ഛൻ തുപ്പുന്ന? അത് ഞാൻ മുറുക്കിയായിരുന്നു മോൾ, അതിൻ്റെ ആണ്. മുറുക്കിയോ അച്ഛൻ, ഇത് ബ്ലഡാന്ന് പറഞ്ഞ് ഭൂമിജ കരയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരു ഡോക്ടർ ഇന്ന് തന്നെ നമുക്ക് പോയി കാണണം, ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഭൂമിജ ഓട്ടോ ഒക്കെ നിർത്തിയിട്ട് നേരെ കാറിൽ കയറുകയാണ്. അങ്ങനെ ആ ഒരു സീൻ അവിടം വരെ കാണിച്ച് നിർത്തിയിട്ട് പിന്നീട് നമ്മുടെ സൗഭാഗ്യപുരമാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ സംഗീതയും അമ്മയും അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സീനാണ്. അപ്പം നമ്മുടെ ഭവാനി ഒളിച്ചിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം സൗഭാഗ്യമ്മ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അതായത് അജയുടെ അടുത്ത് സംഗീതയെ മോളെ നീ ഈ കാര്യം കല്യാണ കാര്യം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സംഗീത പറയും, ഇല്ലമ്മേ ഞാനോ മാധവേട്ടനോ പറഞ്ഞിട്ടില്ല, അമ്മ തന്നെ പറയുന്നതായിരിക്കും
ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഞങ്ങൾ പറയുമ്പോൾ അവൻ പെട്ടെന്ന് നോ പറയാനായിട്ട് അവൻ എളുപ്പം കാണിക്കും. അമ്മ പറയുമ്പോൾ അങ്ങനെ പറയാൻ അവന് പറ്റില്ല. അതെ, അവൻ എന്തായാലും വരട്ടെ, എന്തായാലും നമുക്കിപ്പോൾ സത്യയെ കാണാനായിട്ട് പോകാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഭവാനീനെ വിളിക്കുകയാണ് നമ്മുടെ സൗഭാഗ്യ അമ്മ. അങ്ങനെ വിളിച്ചിട്ട് പറയും, ഭവാനി ഞങ്ങളിങ്ങനെ സത്യയെ കാണാനായിട്ട് പോവാണ്, അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം എടുക്കണമല്ലോ. സത്യ വഴി അജയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവും, അതിന് വേണ്ടിയിട്ട് സത്യയെ കാണാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് പോവാണ്. അപ്പോഴേക്കും ഭവാനി ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക എന്നുള്ളൊരു പദ്ധതി ഉണ്ടല്ലോ. ഭവാനിക്ക് സത്യദാസ് എന്ന് പറയുന്ന ഭവാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശത്രുവാണ്. കാരണം തൻ്റെ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയത് സ്വന്തം മൂത്ത ഏട്ടനായ സത്യദാസ് ആണ് എന്നാണ് പറയുന്നത്. അതായത് സാഗറിൻ്റെ സ്വന്തം ഏട്ടൻ സത്യദാസ് ആണ് കൊലപ്പെടുത്തിയത് എന്നാണ് നമ്മുടെ ഭവാനി കരുതുന്നത്. അതുമാത്രമല്ല, അവർക്കുണ്ടായിരുന്ന ഒരു ഫാർമസ്യൂട്ടിക് ഉണ്ടായിരുന്നല്ലോ, അത് കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു ഫാർമസ്യൂട്ടിക്കലായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയതിൻ്റെയും അതിൻ്റെയൊക്കെ രീതിയിൽ അതിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞതും ഒക്കെ ഈ സത്യദാസാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈരാഗ്യമാണ് 22 വർഷമായിട്ടും പകയോടുകൂടി നമ്മുടെ ഭവാനി ഈ സൗഭാഗ്യപുരത്ത് തന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത്. തനിക്ക് ആഞ്ഞടിക്കാനുള്ള ഒരു വഴി എപ്പോഴെങ്കിലും തിരിച്ചു വരും എന്ന രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഭൂമിജ കുറച്ച് സാധനങ്ങളൊക്കെ കടയിലത്തേക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അന്നേരം നമ്മുടെ ലക്ഷ്മിയാണ് കടയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഭൂമിജ സാധനങ്ങളൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്ക് ലക്ഷ്മി ചെന്ന് സാധനങ്ങൾ എടുക്കും. അപ്പോൾ ഭൂമി ചോദിക്കും, എന്താ ലക്ഷ്മി ചേച്ചി മുഖം വാടിയിരിക്കുന്നുണ്ടല്ലോ? അപ്പോൾ പറയും, മോള് സൈഡിലോട്ടൊന്ന് ചെന്ന് നോക്കാൻ. അങ്ങനെ നമ്മുടെ ഭൂമിജ ചെന്ന് നോക്കുന്ന സമയത്ത് ആ മാറ്റി പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതിയിരുന്നില്ലേ, ആ ബോർഡ് നിലത്ത് കിടക്കുകയാണ്. അപ്പോഴേക്കും ഭൂമിജയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടാവുകയാണ്. കാരണം പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് മാറ്റി സ്പെല്ലിങ് മാറ്റി എഴുതിയെങ്കിലും അത് നിലത്ത് ഇറക്കി അതിനെ ഇട്ടത് ഭൂമിജയ്ക്ക് ഒട്ടും സഹിക്കാനായില്ല. കാരണം അജയ് അതൊരു വാശിക്ക് ചെയ്തതാണ്. അങ്ങനെ അവരത് ഇളക്കി മാറ്റിയിട്ടൊക്കെ കണ്ടിട്ട് ആ ബോർഡ് ഭൂമിജ കയ്യിലെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ആ ദേഷ്യഭാവത്തോടു കൂടി അപ്പോഴേക്കും വേറെ 2 പോലീസുകാർ ചായ കുടിക്കാനായിട്ട് വരികയാണ്. ആ സമയത്ത് അവർ നേരെ ഭൂമിജയുടെ മുമ്പിലാണ് വന്ന് ചാടി കൊടുക്കുന്നത്. ഈ ബോർഡുമായിട്ട് അവരെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്ന ഭൂമിജയാണ് അവസാനമായിട്ട് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രൊമോ വരുന്നുണ്ട്. അതായത് തിങ്കൾ മുതൽ അടുത്ത വെള്ളി വരെയുള്ള ഒരു വിശേഷങ്ങൾ. അപ്പോൾ അത് എനിക്ക് പ്രൊമോ എന്തായാലും കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ലേറ്റായി വന്ന ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ 5-ാം തീയതിയത്തെ ഇന്നത്തെ ഫുൾ വിശേഷമാണ് ഞാൻ ഈ ഇൻട്രോ ആയിട്ട് പറഞ്ഞത്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, അതോടൊപ്പം തന്നെ സ്കിപ്പ് അടിക്കാണ്ട് കാണണം കേട്ടോ. കാരണം ഞാൻ ഈ സീരിയൽ ഇട്ട് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 4 ദിവസം എങ്ങോട്ടൊക്കെ 5-ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. കാരണം പുതിയ സീരിയലാണ്, അടിപൊളിയായിട്ടുള്ള ഒരു സീരിയൽ തന്നെയാണ് കേട്ടോ. എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇവർ വിവാഹിതരായാൽ എന്നുള്ളൊരു പ്രൊമോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, താങ്ക് യു.